എല്ലാവർക്കും നമസ്കാരം. കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ താഴെ ഇറക്കിയിട്ട് താൻ മരിക്കുകയുള്ളൂ, താൻ ഇവിടെ ജീവിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗ് അടിച്ച പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഇപ്പോൾ അവിടെ വെറും തൃണമായിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ MLA-മാരുടെ പോലും പിന്തുണയില്ല. തന്റെ മരുമകൻ അഭിഷേക് ബാനർജിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചു. ആ സമരത്തിലേക്ക് തൃണമൂലിന്റെ ബാനറിൽ ജയിച്ചു വന്ന 80 MLA-മാരിൽ വെറും 20 MLA-മാരെ എത്തിയുള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി MLA-മാരുടെ. അതിലേക്ക് എത്തിയത് 8 MLA-മാര്. പിന്നെ അറിയാൻ കഴിഞ്ഞ് ഇന്നലെ രാത്രി വീണ്ടും MLA-മാരുടെ ഒരു യോഗം വിളിച്ചപ്പോൾ അതിലേക്ക് വന്നത് 2 MLA-മാരെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് പക്ഷേ ഇതേവരെ നമ്മളെ വാർത്താ മാധ്യമങ്ങളൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. ഈ മമതാ ബാനർജിയാണ് കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാൻ പോകുന്നത്. പശ്ചിമബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മമതാ ബാനർജി ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിക്ക് വെറും 11 MLA-മാരുടെ പിന്തുണയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പകരം കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മമതാ ബാനർജി പുറത്താക്കിയ ഋതുപ്രതാപ് ബാനർജിക്ക് 59 MLA-മാരുടെ പിന്തുണയുണ്ട്. ഇനി തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജിക്ക് തുടരണമെങ്കിൽ ഋതുപ്രതാപ് ബാനർജിയുടെ ഔദാര്യം വേണം. ഇല്ലെങ്കിൽ മമതയുടെ മരുമകനും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകാം. ഈ മമതാ ബാനർജിയാണ് കേന്ദ്ര ഗവൺമെന്റ് BJP സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് നടക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ ഇനി എന്തെങ്കിലും സ്ഥാനം വേണമെങ്കിൽ ഋതുപ്രതാപ് ബാനർജിയുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഗതികേടായി. എല്ലാവർക്കും നമസ്കാരം.